മാത്സ് ക്ലബിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററിൻ്റെ തുടർച്ചയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജൂൾസ് ലോ ഉപയോഗിച്ചിട്ട് ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപോർജ്ജം കണ്ടെത്താൻ നമ്മൾ പഠിച്ചു. H=I²RT എന്ന ഇക്വേഷൻ ഉപയോഗിച്ച്. ഇനി കഴിഞ്ഞ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴെ തന്നെ ഞാൻ അതിൻ്റെ ലിങ്ക് ചേർക്കാം, നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കാണുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ചാലകത്തിൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിൽ ഉണ്ടാവുന്ന ഹീറ്റ് എനർജിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതുകൂടാതെ അതിൽ ഏറ്റവും പ്രാധാന്യം ഏത് ഫാക്ടറിനാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഒരു ചാലകത്തിൽ ഉണ്ടാകുന്ന താപോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതാണെന്നും അതിൽ ഏറ്റവും പ്രാധാന്യം ഏത് ഘടകത്തിനാണെന്നും നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഹീറ്റ് കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ താപോർജ്ജം കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. H=I²RT എന്ന ഇക്വേഷനാണ്. അതിൽ കറണ്ട് എന്ന് പറയുന്നത് I ആണ്, അതുപോലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആണ്, ടൈം എന്ന് പറയുന്നത് T ആണ്. ഓക്കെ, അപ്പോൾ ഹീറ്റ് I²RT എന്നാണ് ഇക്വേഷൻ. ഇതിൽ കറണ്ടും റെസിസ്റ്റൻസും ടൈമുമാണ് ഹീറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ ഏതിനാണ് പ്രാധാന്യം എന്ന് പരിശോധിക്കാൻ ഞാൻ ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ആദ്യം ഞാൻ റെസിസ്റ്റൻസ് നിലവിലുള്ളത് R ആണ്, ഞാനത് ഇൻക്രീസ് ചെയ്ത് 2R ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഹീറ്റിൽ എത്രമാത്രം ചേഞ്ച് ഉണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. R എന്നുള്ളത് 2R ആക്കാൻ പോവുകയാണ്. അപ്പോൾ H=I²2R T എന്ന് നമുക്ക് ലഭിക്കും. H=I²2R T എന്ന് നമുക്ക് ലഭിക്കും. ഇസിക്കൽ ടു എന്താണ്? I²2R T ആണല്ലോ. I²2R T ആണല്ലോ. 2 ഞാൻ ആദ്യം എടുത്തിരുന്നു. = 2 I²RT എന്നായി മാറും ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം. റെസിസ്റ്റൻസ് R ആയിരുന്നപ്പോൾ ഹീറ്റ് I²RT ആയിരുന്നു. റെസിസ്റ്റൻസ് 2R ആയപ്പോൾ ഹീറ്റ് =2I²RT ആയി മാറി. അതായത് റെസിസ്റ്റൻസ് നമ്മൾ ടോയ്സ് ആക്കിയ സമയത്ത് ഹീറ്റ് എനർജിയും ടോയ്സ് ആയി മാറി. അതായത് പ്രതിരോധം ഇരട്ടിയാക്കിയ സമയത്ത് താപോർജ്ജവും ഇരട്ടിയായി മാറി. ഓക്കെ, ഇതാണ് പ്രതിരോധത്തിൻ്റെ കേസിൽ നമുക്ക് ആദ്യം പറയാനുള്ളത്. ഇനി നമുക്ക് പ്രതിരോധം പകുതിയാക്കി നോക്കാം. അതായത് റെസിസ്റ്റൻസ് ഹാഫ് ആക്കുക. അപ്പോൾ ഹീറ്റ് എനർജിക്ക് എത്രമാത്രം ചേഞ്ച് ഉണ്ടാവുന്നു എന്നൊന്ന് പരിശോധിക്കാം. അപ്പോൾ R എന്നുള്ളത് എന്താക്കി മാറ്റുന്നു? R/2 ആക്കുന്നു, അല്ലെങ്കിൽ 1/2R ആയി മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ എന്ത് ചേഞ്ച് ഉണ്ടാവുന്നു എന്നൊന്ന് പരിശോധിക്കാം. അപ്പോൾ H=I²1/2R T എന്ന് നമുക്ക് ലഭിക്കും. H=I²1/2R T എന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ മാറ്റിയിരുന്നു, 1/2I²RT എന്ന് മാറ്റിയിരുന്നു. ഓക്കെ, R ആയിരുന്നു പ്രതിരോധം എങ്കിൽ ഹീറ്റ് എന്തായിരുന്നു? I²RT ആയിരുന്നു. R/2 ആയിട്ട് പ്രതിരോധം നമ്മൾ കുറച്ചപ്പോൾ എന്തായി മാറി? ഹീറ്റ് എനർജി 1/2I²RT ആയിട്ട് മാറി. നേരത്തെ ഉള്ളതിൻ്റെ പകുതിയായി മാറി. അപ്പോൾ ഹാഫ് ആയിട്ട് റെസിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ ഹാഫ് ആയിട്ട് ഹീറ്റ് എനർജി കുറയും. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ടോയ്സ് ആക്കി കഴിഞ്ഞാൽ ഹീറ്റ് എനർജി ടോയ്സ് ആവും. അതുപോലെ റെസിസ്റ്റൻസ് ഹാഫ് ആക്കി കഴിഞ്ഞാൽ ഹീറ്റ് എനർജി ഹാഫായി മാറും. അതായത് പ്രതിരോധം ഇരട്ടിയാക്കുമ്പോൾ താപോർജ്ജം ഇരട്ടിയായി മാറും. അതുപോലെ പ്രതിരോധം പകുതിയാക്കുമ്പോൾ താപോർജ്ജം എന്തായി മാറും? പകുതിയായി മാറും. ഓക്കെ, ഇനി നമ്മൾ ടൈമിന് ഒന്ന് ചേഞ്ച് വരുത്തി നോക്കാം. അതായത് ടൈം ഇപ്പോൾ T എന്നുള്ളത് ടോയ്സ് ആക്കുകയാണ്. ടോയ്സ് ആക്കുമ്പോൾ എന്തായും? T എന്നുള്ളത് 2T എന്നായി മാറും. ഓക്കെ, അപ്പോൾ ടൈം ടോയ്സ് ആക്കുന്ന സമയത്ത് ഹീറ്റിന് എത്രമാത്രം ചേഞ്ച് വരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, H=I²R 2T എന്നായി മാറും. ഓക്കെ, ഇനി നമുക്ക് ഈ 2 എടുത്ത് ഫസ്റ്റ് എഴുതാം. 2I²
ആർ ടി എന്ന് നമുക്ക് ആൻസർ ലഭിക്കും. 2I² RT എന്ന് നമുക്ക് ആൻസർ ലഭിക്കും. അപ്പോൾ നിലവിലുള്ളതിൻ്റെ 2 ടൈംസ് ആയിട്ട് ടൈം നമ്മൾ ഇൻക്രീസ് ചെയ്തപ്പോൾ ഹീറ്റ് എനർജിയും എത്ര ടൈം ഇൻക്രീസ് ചെയ്തു? 2 ടൈം ആയിട്ട് തന്നെ ഇൻക്രീസ് ചെയ്തു. അതായത് ടൈം ടോയ്സ് ആക്കിയ സമയത്ത് ഹീറ്റ് എനർജിയും ടോയ്സ് ആയി. ഇനി ടൈം ഞാൻ പകുതിയാക്കാൻ പോവുകയാണ്. ടൈം പകുതിയാക്കുന്ന സമയത്ത്, അതായത് T എന്നുള്ളത് T/2 ആക്കുന്ന സമയത്ത് ഹീറ്റ് എനർജിയിൽ എത്രമാത്രം ചേഞ്ച് ഉണ്ടാകുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ H = I² ഇൻറ്റു R ഇൻറ്റു T എന്നുള്ളത് എന്താക്കും? T/2 എന്ന് നമുക്ക് എഴുതാം. കാരണം ടൈം നമ്മൾ പകുതിയായി കുറച്ചു, ഹാഫ് ആക്കി കുറച്ചു. അപ്പോൾ ആ സമയത്ത് I² ഇൻറ്റു R ഇൻറ്റു T/2 എന്ന് നമ്മൾ എഴുതി. = 1/2 I² RT എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ T ആയിരുന്ന സമയത്ത് I² RT ആയിരുന്നു. T/2 ആയ സമയത്ത് 1/2 I² RT ആയി, ഹാഫ് I² RT ആയി മാറി. അപ്പോൾ സമയം പകുതിയാക്കുമ്പോൾ താപോർജ്ജവും എന്തായി മാറുന്നുണ്ട്? പകുതിയായിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ സമയത്തിൻ്റെ കേസിലും പ്രതിരോധത്തിൻ്റെ കേസിലും ഇവ രണ്ടും പകുതിയാക്കുമ്പോൾ, അതായത് സമയമോ അതുപോലെ പ്രതിരോധമോ പകുതിയാക്കുന്ന സമയത്ത് താപോർജ്ജവും പകുതിയായി കുറയുന്നു. സമയമോ പ്രതിരോധമോ ഇരട്ടിയാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? താപോർജ്ജവും ഇരട്ടിയായി മാറുന്നു. അതായത് ടൈമും റെസിസ്റ്റൻസും ടോയ്സ് ആക്കുമ്പോൾ ഹീറ്റ് എനർജി ടോയ്സായി മാറുന്നു. അതുപോലെ ടൈമും റെസിസ്റ്റൻസും ഹാഫ് ആക്കുന്ന സമയത്ത് ഹീറ്റ് എനർജിയും ഹാഫായി മാറുന്നു. ഇതാണ് ഈ രണ്ട് ഫാക്ടേഴ്സിനും ഹീറ്റ് എനർജിയിലുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കറണ്ടിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് നോക്കാം. അതായത് താപോർജ്ജം രൂപപ്പെടുന്നതിൽ കറണ്ട് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ കറണ്ട് എന്നുള്ളത് നിലവിൽ I ആണ്. ഞാൻ അതിനെ ടോയ്സ് ആക്കുകയാണ്. ഓക്കെ, I എന്നുള്ളത് ടോയ്സ് ആക്കുമ്പോൾ 2I എന്നായി മാറും. അതായത് നിലവിലുള്ള കറണ്ടിനെ ഇരട്ടിയാക്കി മാറ്റുമ്പോൾ 2I എന്നായി മാറും. അപ്പോൾ താപോർജ്ജത്തിൽ എന്ത് വ്യത്യാസം വരുന്നുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ H = I² എന്നുള്ളത് എന്തായി മാറും? 2I² എന്നാവും. 2I² ഇൻറ്റു R ഇൻറ്റു T എന്നായി മാറും. ഓക്കെ, 2I² എന്താണ്? 4I² ആണ്. = 4I² ഇൻറ്റു R ഇൻറ്റു T = 4I² RT എന്നായി മാറി. അതായത് നമ്മൾ കറണ്ട് ടോയ്സ് ആക്കിയ സമയത്ത് 4 ടൈംസ് ഹീറ്റ് എനർജി ഇൻക്രീസ് ചെയ്തു. അതായത് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രത ഇരട്ടിയാക്കിയ സമയത്ത് 4 മടങ്ങായിട്ട് താപോർജ്ജം വർദ്ധിച്ചു. അപ്പോൾ കറണ്ട് വർദ്ധിക്കുന്നതിൻ്റെ സ്ക്വയറായിട്ടാണ് താപോർജ്ജത്തിലുള്ള വർധന വന്നിരിക്കുന്നത്. ഹീറ്റ് എനർജി ഇൻക്രീസ് ചെയ്യുന്നത് കറണ്ട് വർദ്ധിക്കുന്നതിൻ്റെ സ്ക്വയറായിട്ടാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കറണ്ട് വർദ്ധിക്കുന്നതിന് സ്ക്വയറായിട്ടാണ് താപോർജ്ജം വർദ്ധിക്കുന്നത്. പക്ഷേ റെസിസ്റ്റൻസും ടൈമും വർദ്ധിക്കുന്നത് അതിന് ആനുപാതികമായിട്ട് തന്നെയാണ് എന്ത് വർദ്ധിച്ചിരുന്നത്? താപോർജ്ജം വർദ്ധിച്ചിരുന്നത്. പക്ഷേ ഇവിടെ കറണ്ട് ചെറിയൊരളവ് വർദ്ധിക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? താപോർജ്ജം വൻതോതിൽ, ഹീറ്റ് എനർജി വൻതോതിൽ ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് കറണ്ട് പകുതിയാക്കി നോക്കാം. കറണ്ട് പകുതിയാകുമ്പോൾ എന്ത് മാറ്റമാണ് ഹീറ്റ് എനർജിയിൽ ഉണ്ടാവുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. H = I എന്നുള്ളത് എന്തായി മാറും? I/2 ആയി മാറും. I/2² ഇൻറ്റു R ഇൻറ്റു T എന്ന് നമുക്ക് എഴുതാം. I/2² എന്ന് പറഞ്ഞാൽ എന്താണ്? I²/4 എന്നാണ്. ഇൻറ്റു R ഇൻറ്റു T എന്ന് എഴുതാം. = 1/4 I² RT എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് കറണ്ട് ഹാഫ് ആക്കിയ സമയത്ത് 1/4 ആയിട്ട് എന്ത് കുറഞ്ഞു? ഹീറ്റ് എനർജി കുറഞ്ഞു. അതായത് കറണ്ട് പകുതിയാക്കിയ സമയത്ത് താപോർജ്ജം 4/1 കുറഞ്ഞു. അപ്പോൾ കറണ്ട്, റെസിസ്റ്റൻസ്, ടൈം ഈ 3 ഫാക്ടേഴ്സ് എടുക്കുന്ന സമയത്ത് ഹീറ്റ് എനർജീനെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? കറണ്ടാണ്. കറണ്ട് ചെറിയൊരു തോതിൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വലിയൊരു തോതിൽ തന്നെ എന്ത് ചെയ്യുന്നു? ഹീറ്റ് എനർജിക്ക് ഇൻക്രീസ് ഉണ്ടാകുന്നു. അതായത് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ സ്ക്വയർ ആയിട്ടാണ് എന്ത് ഇൻക്രീസ് ചെയ്യുന്നത്? ഹീറ്റ് എനർജി ഇൻക്രീസ് ചെയ്യുന്നത്. അതുപോലെ കറണ്ട് ഡിക്രീസ് ചെയ്യുന്നതിൻ്റെ സ്ക്വയർ ആയിട്ടാണ് എന്ത്? ഹീറ്റ് എനർജി കുറയുകയും ചെയ്യുന്നത്. ഇനി നമുക്ക്
വൈദ്യുതിയുടെ താപബലം ഉപയോഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗപ്പെടുത്തുന്ന കുറച്ച് ഡിവൈസുകളെ പരിചയപ്പെടാം. ഒന്ന് അയൺ ബോക്സ്, 2 ഇലക്ട്രിക് സ്റ്റൗവ്, 3 സോൾഡറിങ് അയൺ. സോൾഡറിങ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് റിപ്പയറിംഗ് ഷോപ്പുകളിലൊക്കെ റിപ്പയറിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സോൾഡറിങ് അയൺ. അതുപോലെ റൂം ഹീറ്റർ, തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ റൂമുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് റൂം ഹീറ്റർ എന്ന് പറയുന്നത്. ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് വൈദ്യുതിയുടെ താപബലം ഉപയോഗപ്പെടുത്തിയതാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗപ്പെടുത്തുന്ന കുറച്ച് ഉപകരണങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ഇതിൻ്റെയൊക്കെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അയൺ ബോക്സിൻ്റെ ഈ ഭാഗത്ത് മാത്രമേ ഹീറ്റ് എനർജി രൂപപ്പെടുന്നുള്ളൂ എന്ന്. ഈ വയറിലോ പിന്നിലോ ഒന്നും ഹീറ്റ് എനർജി രൂപപ്പെടുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അയൺ ബോക്സിൻ്റെ ഈ ഭാഗത്തിന് പുറകിലായിട്ട് ഹീറ്റിംഗ് കോയിൽ എന്നൊരു കോയിൽ വെച്ചിട്ടുണ്ട്. ഈ ഹീറ്റിംഗ് കോയിലാണ് ഹീറ്റ് രൂപപ്പെടുന്നത്. ഈ വയറിലോ പിന്നിലോ ഹീറ്റ് രൂപപ്പെടുന്നില്ല. ഈ ഹീറ്റിംഗ് കോയിലിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് രൂപപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ ഹീറ്റിംഗ് കോയിലിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഹീറ്റിംഗ് കോയിലിൽ മാത്രം ഹീറ്റ് രൂപപ്പെടുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഹീറ്റിംഗ് ഡിവൈസുകളുടെയൊക്കെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഒരു ഹീറ്റിംഗ് കോയിലാണ്. ഈ ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം എന്ന ഒരു അലോയ് ഉപയോഗിച്ചിട്ടാണ്. നിക്രോം എന്ന ഒരു ലോഹസങ്കരം ഉപയോഗിച്ചിട്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്, ഈ ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിക്കൽ, ക്രോമിയം, അയൺ എന്നീ 3 ലോഹങ്ങളുടെ സങ്കരമാണിത്. ഇതിന് ഹൈ റെസിസ്റ്റിവിറ്റിയാണ്, അതായത് ഉയർന്ന പ്രതിരോധമാണ്. അതുപോലെ തന്നെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്, അതായത് ഉയർന്ന ദ്രവണാങ്കം, ചെറിയ ഊഷ്മാവിലൊന്നും അതെന്ത് ചെയ്യില്ല, ഉരുകിപ്പോവില്ല. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് ഫോർ എ ലോങ് ടൈം വിതൗട്ട് ഓക്സിഡേഷൻ, അതായത് ഓക്സിഡൈസ് ചെയ്യപ്പെടാതെ അതിന് ദീർഘനേരം ചുട്ടുപഴുത്ത് നിൽക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ഈ കഴിവുകൾ കൊണ്ടാണ്, ഈ 3 കഴിവുകൾ കൊണ്ടാണ് എന്ത് നിക്രോം സാധാരണ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഹീറ്റിംഗ് കോയിലിൽ മാത്രം ഹീറ്റ് എനർജി ഉണ്ടാവുന്നത് എന്ന് നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം. ഇത് നമ്മൾ നേരത്തെ കണ്ട അയൺ ബോക്സിൻ്റെ ഹീറ്റിംഗ് കോയിലും അതുപോലെ അതിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്ന വയറുമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഈ ഹീറ്റിംഗ് കോയിലിന് 500 ഓമാണ് പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അതുപോലെ 2 ആംപിയർ കറണ്ടാണ് ഇതുവഴി ഫ്ലോ ചെയ്തതെന്ന് നമുക്കിപ്പോൾ സങ്കല്പിക്കാം. ഓക്കെ, 10 സെക്കൻഡ് നേരത്തേക്കാണ് ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് 1 ഓം ആണെന്ന് നമുക്ക് കരുതാം. അങ്ങനെയാണെങ്കിൽ ഇതിലെവിടെയാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് എനർജി ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് ഹീറ്റിംഗ് കോയിലിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്, 500 ഓം. അതുപോലെ കറണ്ട് എത്രയാണ് ഫ്ലോ ചെയ്യുന്നത്, 2 ആംപിയർ. പിന്നെ എത്ര സെക്കൻഡ് നേരത്തേക്കാണ്, 10 സെക്കൻഡ് നേരത്തേക്ക്. ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് 1 ഓം ആണ്. ഓക്കെ, ആദ്യം വയറിൽ ഉണ്ടാകുന്ന ഹീറ്റ് എത്രയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് കറണ്ടും റെസിസ്റ്റൻസും ടൈമും തന്നു കഴിഞ്ഞാൽ ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. ഏതാണ്, H = I²RT. അപ്പോൾ വയറിലുള്ള ഹീറ്റ് എനർജി, ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ വയറിൽ ഫോം ചെയ്യുന്ന ഹീറ്റ് എനർജി നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. H = I²R T. I എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 2 ആംപിയർ. 2ൻ്റെ സ്ക്വയർ 4 ഇൻറ്റു R എന്ന് പറയുന്നത് എത്രയാണ്, 1 ഓം ആണ്. ഇൻറ്റു ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 10 സെക്കൻഡ് ആണ്. ഓക്കെ, 10 സെക്കൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 4 × 1 4 × 10 40 ജൂൾ എന്ന് നമുക്ക് കിട്ടി. 40 ജൂളാണ് 10 സെക്കൻഡ് കൊണ്ട് ഈ വയറിൽ ഫോം ചെയ്യുന്ന ഹീറ്റ് എനർജി. ഇനി നമുക്ക് ഹീറ്റിംഗ് കോയിൽ ഫോം ചെയ്യുന്ന ഹീറ്റ് എനർജി ഒന്ന് കണ്ടെത്തി നോക്കാം. ഓക്കെ, ഹീറ്റിംഗ് കോയിൽ ഫോം ചെയ്യുന്ന ഹീറ്റ് എനർജി H = I²RT. ഇവിടെ കറണ്ട് എത്ര തന്നെയാണ്, ഈ വയറിലൂടെ ഒഴുകുന്ന അതേ കറണ്ട് തന്നെയാണ് ഇതിലൂടെ ഒഴുകുന്നത്, ഹീറ്റിംഗ് കോയിലൂടെ ഒഴുകുന്നത്. അപ്പോൾ വയറിലെയും ഹീറ്റിംഗ് കോയിലിലെയും കറണ്ട് തുല്യമാണ്. അപ്പോൾ കറണ്ട് എത്ര തന്നെയാണ്, 2 ആംപിയർ ആണ്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4 ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാണ്, ഹീറ്റിംഗ് കോയിലിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 500 ഓം ആണ്. അപ്പോൾ 500 ഇൻറ്റു ടൈം എത്രയാണ്, 10 സെക്കൻഡ് തന്നെയാണ്. 10 എന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4 × 500 എത്ര കിട്ടും, 2000 എന്ന് കിട്ടും. 2000 × 10 20,000 ജൂൾ എന്ന് നമുക്ക് കിട്ടി. നോക്കിക്കേ, എവിടെയാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് എനർജി ഉണ്ടായത്, ഹീറ്റിംഗ് കോയിലല്ലേ. നമ്മുടെ വയറിൽ എത്ര ഉണ്ടായി, 40 ജൂളേ ഉണ്ടായുള്ളൂ. ഇവിടെ 500 ഓമുള്ള ഹീറ്റിംഗ് കോയിലിൽ
20,000 ജൂൾ ഉണ്ടായി. എന്താണ് ഇതിൽ കാരണം? ഇവിടെ ഹീറ്റിംഗ് കോയിലിൻ്റെ റെസിസ്റ്റൻസ് വയറിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കൂടിയ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് എനർജി ഉണ്ടാകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള സർക്യൂട്ടിൽ എന്നല്ല പറഞ്ഞത്, ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കൂടിയ ഭാഗത്താണ് ഹീറ്റ് എനർജി ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കൂടിയ ഭാഗത്താണ് എന്തുണ്ടാകുന്നത്? ഏറ്റവും കൂടിയ ഹീറ്റ് എനർജി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഹീറ്റിംഗ് കോയിലിൽ മാത്രം ഹീറ്റ് എനർജി ഉണ്ടാകുന്നത്. ഇവിടെയും ഹീറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട്, പക്ഷേ നമുക്കത് ഫീൽ ചെയ്യാൻ മാത്രം വലിയ തോതിലൊന്നും വളരെ ചെറിയ തോതിൽ മാത്രം. കാരണം അതിലെ വയറും ആ ഹീറ്റിംഗ് കോയിലും തമ്മിൽ സീരീസ് കണക്ഷനിലാണുള്ളത്. അപ്പോൾ ഒരു സീരീസ് കണക്ഷനുള്ള സർക്യൂട്ടിൽ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഹീറ്റ് എനർജി ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മറ്റൊരു ഡിവൈസിനെ പരിചയപ്പെടാം. സേഫ്റ്റി ഫ്യൂസ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസ് എന്ന് കേട്ടിട്ടില്ലെങ്കിലും ഫ്യൂസ് എന്ന് കേട്ടിട്ടുണ്ടാവും. നമ്മളെല്ലാവരും നമ്മുടെ വീടിനടുത്തുള്ള ട്രാൻസ്ഫോമറിൻ്റെ അടുത്തൊക്കെ ഫ്യൂസ് കണ്ടിട്ടുണ്ടാവും. അതുപോലെ വീട്ടിൽ മീറ്ററിൻ്റെ താഴെ ഒരു ഫ്യൂസ് ഉണ്ടാവും, മെയിൻ സ്വിച്ചിൽ ഫ്യൂസ് ഉണ്ടാവും. അങ്ങനെ പല സ്ഥലങ്ങളിലും നിങ്ങൾ ഫ്യൂസ് കണ്ടിട്ടുണ്ടാവും. ഇതിനെ വിളിക്കുന്ന പേരാണ് സേഫ്റ്റി ഫ്യൂസ്. അതുപോലെ പല ഉപകരണത്തിലും ഫ്യൂസുകൾ ഘടിപ്പിക്കാറുണ്ട്. എന്താണ് ഈ ഫ്യൂസിൻ്റെ ആവശ്യകത, എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു, ഒരു സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ അതിലൂടെ ഒഴുകുന്ന ഇലക്ട്രിക് കറണ്ടാണ് അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജിയെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പഠിച്ചു. അപ്പോൾ കറണ്ട് ഒരു ചെറിയ അളവിൽ കൂടിക്കഴിഞ്ഞാൽ, അതായത് 10 ടൈംസ് കൂടിക്കഴിഞ്ഞാൽ 100 ടൈംസ് എന്ത് കൂടും? ഹീറ്റ് എനർജി കൂടും. അപ്പോൾ കറണ്ടിൻ്റെ അളവിലുള്ള വ്യത്യാസം ഹീറ്റ് എനർജിയിൽ വൻ വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ താപോർജ്ജത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ കറണ്ടിൻ്റെ വ്യത്യാസത്തിന് സാധിക്കും. അപ്പോൾ കറണ്ടിൽ അമിതമായ ഒരു വർധന എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു സർക്യൂട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അമിതമായിട്ട് എന്തുണ്ടാവും? താപോർജ്ജം ഉണ്ടാവും. ഹൈ ഹീറ്റ് എനർജി അവിടെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് ആ ഉപകരണത്തെയോ ആ സർക്യൂട്ടിനെയോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ അതിലുപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു സർക്യൂട്ടിൽ ഹൈ കറണ്ട് ഫ്ലോ ഉണ്ടാക്കുന്ന 2 കാര്യങ്ങളാണ് ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടിങ്ങും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഷോർട്ട് സർക്യൂട്ടിംഗ് അല്ലെങ്കിൽ ഓവർലോഡിംഗ് എന്നൊക്കെ. എന്താണ് ഷോർട്ട് സർക്യൂട്ടിംഗ്, എന്താണ് ഓവർലോഡിംഗ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഷോർട്ട് സർക്യൂട്ടിംഗ് എന്താണെന്ന് വെച്ചാൽ, ഇഫ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് എ ബാറ്ററി ഓർ 2 wires ഫ്രം ദ മെയിൻസ് കം ഇൻ ടു കോണ്ടാക്ട് വിതൗട്ട് ദ പ്രസൻസ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ, ദേ ആർ സെഡ് ടു ബി ഷോർട്ട് സർക്യൂട്ടഡ്. അതായത് ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ തമ്മിലോ മെയിൻസിലെ 2 വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരുന്നതിനെയാണ് ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനൽ തമ്മിൽ പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരികയാണ്, അതായത് വിതൗട്ട് റെസിസ്റ്റൻസ് കോണ്ടാക്റ്റിൽ വരികയാണ്. നമുക്കറിയാം ഓംസ് ലോ പ്രകാരം I എന്ന് പറയുന്നത് V/R ആണ്. ഓക്കെ, അപ്പോൾ 6 0 കഴിഞ്ഞാൽ 6 0 ആവുക എന്നാണ് പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരിക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക എന്ന് നോക്കാം. I = V/R. ഓക്കെ, ദെൻ I = 6 0 ആകുന്ന സമയത്ത് V/0 എന്ന് വരും. V/0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. 0 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അമിത കറണ്ട് ഫ്ലോ അവിടെ ഉണ്ടാകും. നമുക്ക് അളക്കാനാവുന്നതിലപ്പുറം വലിയൊരു കറണ്ട് ഫ്ലോ അവിടെ നടക്കും പ്രതിരോധമില്ലാതെ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത്. അപ്പോൾ അമിത കറണ്ട് ഫ്ലോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? അമിതമായി താപോർജ്ജം, അതിലും എത്രയോ മടങ്ങ് താപോർജ്ജം ഉണ്ടാവും. ഹീറ്റ് എനർജി വളരെ വൻതോതിൽ അവിടെ ഹീറ്റ് എനർജി ഉണ്ടാവും. ഇതുകൊണ്ടാണ് സർക്യൂട്ട് കത്തിപ്പോകുന്നത്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ്? ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനൽ തമ്മിലോ AC മെയിൻസിൻ്റെ 2 വയറുകൾ തമ്മിലോ വിതൗട്ട് റെസിസ്റ്റൻസ് കോണ്ടാക്റ്റിൽ വരുന്നതിനാണ് എന്ത് വിളിക്കുക? ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് വിളിക്കുക. ഇനി ഓവർലോഡിംഗ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. A circuit is said to be overloaded if the total power of all the appliances connected to it is more than what the circuit can withstand. അതായത് ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിലധികം ഉപകരണങ്ങൾ കണക്ട് ചെയ്യുന്നതിനെയാണ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിന് താങ്ങാവുന്നതിലധികം ഉപകരണങ്ങൾ കണക്ട് ചെയ്യുന്നതാണ് എന്ത്? ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടിങ്ങും കൊണ്ടാണ് ഒരു സർക്യൂട്ടിൽ എന്തുണ്ടാവുന്നത്? ഹൈ കറണ്ട് ഫ്ലോ ഉണ്ടാവാൻ കാരണമാവുന്നത്. അപ്പോൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സേഫ്റ്റി ഫ്യൂസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇനി നമുക്ക് പരിശോധിക്കാം.
സേഫ്റ്റി ഫ്യൂസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഒരു ഫ്യൂസ് വയറാണ്. അപ്പോൾ ഈ ഫ്യൂസ് വയറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഒരു അലോയ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ടിൻ, ലെഡ് പോലുള്ള ലോഹങ്ങളുടെ സങ്കരം കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്, ഈ പറയുന്ന ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്യൂസ് വയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ലോ മെൽറ്റിംഗ് പോയിൻ്റാണ്. പെട്ടെന്ന് ഉരുകിപ്പോകുന്ന, വളരെ ചെറിയ താപോർജ്ജം ഉണ്ടാകുമ്പോഴത്തേക്കും ഉരുകിപ്പോകുന്ന ഒരു പ്രത്യേകതയുള്ള വയറാണ് എന്ത്, ഫ്യൂസ് വയർ എന്ന് പറയുന്നത്. പിന്നെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കണ്ടക്ടറിനേക്കാളും കൂടുതലായിരിക്കും. അതൊരു അലോയ് ആയതുകൊണ്ട് തന്നെ ഒരു മെറ്റലിനേക്കാളും റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ കണ്ടക്ടറിനേക്കാളും കുറച്ച് കൂടിയ റെസിസ്റ്റൻസ് ഉള്ളതായിരിക്കും എന്ത്, ഫ്യൂസ് വയർ എന്ന് പറയുന്നത്. ഈ ഫ്യൂസ് വയർ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണ്. സീരീസ് കണക്ഷനാണ് ഫ്യൂസ് വയർ സർക്യൂട്ടിൽ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട അയൺ ബോക്സിൻ്റെ സർക്യൂട്ട്. ഇത് ഹീറ്റിംഗ് കോയിലാണ്, ഇത് അതിലേക്കുള്ള വയറാണ്. അപ്പോൾ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ ഫ്യൂസ് വയർ ഉപയോഗിച്ച് അതിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഷോർട്ട് സർക്യൂട്ടിംഗ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് AC മെയിൻസിൻ്റെ 2 വയറാണ് ഇവിടെ വരുന്നത്. ഇതിൽ ഇവിടെ ഇങ്ങനൊരു കണക്ഷൻ ഉണ്ടാകുന്നു. എന്തെങ്കിലും കാരണം കൊണ്ട് ഇവിടെ ഇങ്ങനൊരു കണക്ഷൻ ഉണ്ടാകുന്നു. ഇങ്ങനെ കണക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസ് തീരെ ലോ ആണ്. അപ്പോൾ കറണ്ടിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്, ഏറ്റവും റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്തിലൂടെയാണ് എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ കറണ്ട് ഒഴുകുക. അപ്പോൾ കറണ്ട് എപ്പോഴും എതിലെ ഒഴുകും, ഈ റെസിസ്റ്റൻസ് ലോ ആയ ഈ പാത്തിലൂടെ എന്ത് ചെയ്യും, കറണ്ട് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ഇതിലെ കറണ്ട് ഒഴുകുന്നതിന് വളരെ വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ ഇതിലെ കറണ്ട് ഒഴുകുള്ളൂ. ഏറ്റവും കൂടുതൽ കറണ്ട് ഫ്ലോ ഇതിലെ നടക്കും, ഈ പറഞ്ഞ ഷോർട്ട് സർക്യൂട്ടിൽ കൂടെ നടക്കും. കാരണം ഇവിടെ റെസിസ്റ്റൻസ് ഇല്ല. കറണ്ടിന് ഒഴുകാൻ ഏറ്റവും ഹെൽപ്ഫുള്ളായ പാത്ത് എന്ന് പറയുന്നത് എന്താണ്, ഈ ഷോർട്ട് സർക്യൂട്ടാണ്. അപ്പോൾ ഇതുവഴി ഹൈ കറണ്ട് ഫ്ലോ നടക്കും. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ കറണ്ട് ഫ്ലോ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ വൻതോതിൽ ഹീറ്റ് എനർജി ഉണ്ടാകുകയും ഈ സർക്യൂട്ട് അല്ലെങ്കിൽ ഈ വയർ കത്തിപ്പോവുകയും ചെയ്യും. ഓക്കെ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്യൂസ് ഉപയോഗിക്കാം. എങ്ങനെയാണ് ഫ്യൂസ് ഉപയോഗിക്കുക? ഞാൻ പറഞ്ഞു സീരീസ് ആയിട്ടാണ് സർക്യൂട്ടിൽ കണക്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ തുടക്കത്തിൽ നമ്മളിവിടെ നമ്മൾ ഒരു സേഫ്റ്റി ഫ്യൂസ് കണക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ഫ്യൂസ് വയർ ഉപയോഗിച്ച് ഒരു സേഫ്റ്റി ഫ്യൂസ് നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, ഈ സേഫ്റ്റി ഫ്യൂസ് സീരീസ് ആയിട്ടാണ് സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് ഇവിടെ ഇങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ ഇതുവഴി ഹൈ കറണ്ട് ഫ്ലോ നടക്കുമല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ ഫ്യൂസ് വയറിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്, ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. അതുപോലെ ഈ കണ്ടക്ടറിനേക്കാളും കുറച്ച് കൂടുതലാണ് അതിൻ്റെ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇതുവഴി ഇങ്ങനെ ഹൈ കറണ്ട് ഫ്ലോ നടക്കുന്ന സമയത്ത് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉണ്ടാവുള്ളൂ. ഇതുവഴിയായിരിക്കും കൂടുതൽ കറണ്ട് ഫ്ലോ നടക്കുക. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയായിരിക്കും, ഈ സർക്യൂട്ടിലെ എന്താണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള ഭാഗത്തായിരിക്കും. അപ്പോൾ ഈ സർക്യൂട്ടിൽ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള ഭാഗം ഏതായിരിക്കും, ഈ ഫ്യൂസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഫ്യൂസിന് അക്രോസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈ ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഫ്യൂസ് വയറിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയതുകൊണ്ട് ഈ ഫ്യൂസ് വയറാണ് ഈ കണ്ടക്ടറിനേക്കാളും മുൻപേ ഉരുകിപ്പോവുക. അപ്പോൾ ഫ്യൂസ് വയർ ഉരുകിപ്പോകുന്നതോടുകൂടി ഇതുവഴിയുള്ള കറണ്ട് ഫ്ലോ നിലയ്ക്കും. എന്താണെന്ന് വെച്ചാൽ സീരീസ് ആയിട്ടാണ് എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്, ഫ്യൂസ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്യൂസ് വയർ ഒഴുകിപ്പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് പിന്നെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ ഈ സർക്യൂട്ട് എങ്ങനെ എന്ത് ചെയ്തു, പ്രൊട്ടക്റ്റ് ചെയ്തു. അപ്പോൾ പിന്നീട് ഫ്യൂസ് വയർ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഈ ഷോർട്ട് സർക്യൂട്ട് എവിടെയാണെന്ന് കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ഫ്യൂസ് വയർ ഉരുകിപ്പോവാൻ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് പരിഹരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫ്യൂസ് വയർ വീണ്ടും കണക്ട് ചെയ്യാൻ പാടുള്ളൂ. സാധാരണഗതിയിൽ ട്രാൻസ്ഫോമറിൻ്റെ അടുത്തൊക്കെ ഫ്യൂസ് കത്തിപ്പോകുന്ന സമയത്ത് പല ആൾക്കാരും എന്താണ്, ഫ്യൂസിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് വലിയ വലിപ്പമുള്ള കമ്പി കൊണ്ട് ഫ്യൂസ് കെട്ടാറുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്താണ് പ്രശ്നമെന്ന് കണ്ട് പരിഹരിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫ്യൂസ് വയർ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഫ്യൂസ് കത്തിപ്പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഫ്യൂസ് വയർ കത്തിപ്പോകണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാവും. അതിവിടെ ഷോർട്ട് സർക്യൂട്ട് ആണോ, ഓവർലോഡിംഗ് ആണോ, എന്താണ് എന്ന് കണ്ട് അത് പരിഹരിച്ചതിന് ശേഷമായിരിക്കണം എന്ത് ചെയ്യുക, നമ്മൾ ഫ്യൂസ് വയർ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സർക്യൂട്ടിനെ ഫ്യൂസ് വയർ അല്ലെങ്കിൽ ഫ്യൂസ്, സേഫ്റ്റി ഫ്യൂസ് എന്ന് വിളിക്കുന്ന ഡിവൈസ് ഒരു സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓവർലോഡിൽ നിന്നും ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും ഒരു സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് എന്ത്, സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. ഇത് ഈ ഫ്യൂസ് വയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫ്യൂസ് വയറാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്, ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. അതുപോലെ കണ്ടക്ടറിനേക്കാളും കുറച്ച് കൂടിയതായിരിക്കും റെസിസ്റ്റൻസ്, ഈ വയറിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇതൊരു
അലോയ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. എന്താണ് അലോയ്? ടിന്ന്, ലെഡ് പോലുള്ള ലോഹങ്ങൾ ചേർത്ത ഒരു അലോയ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വയറാണ് ഫ്യൂസ് വയർ എന്ന് പറയുന്നത്. ഫ്യൂസ് വയർ ഒരു സർക്യൂട്ടിൽ ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്യൂസ് വയറിൻ്റെ 2 എൻഡ്സും ടൈറ്റായിട്ട് നമ്മൾ ഉറപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും ക്യാരിയറിൻ്റെ പുറത്തേക്ക് ഫ്യൂസ് വയർ തള്ളി നിൽക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂസ് വയർ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ആംബിയറേജ് കറക്റ്റാണെന്ന് ശ്രദ്ധിക്കണം. അതായത് ആംബിയറേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പവറും അതിൻ്റെ വർക്കിംഗ് വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് എന്ത്? ആംബിയറേജ് എന്ന് പറയുന്നത്. അതായത് ഒരു ഉപകരണത്തിൻ്റെ പവറും അതിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്? ആംബിയറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആംബിയറേജ് കറക്റ്റാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇതൊക്കെയാണ് ഒരു സർക്യൂട്ടിൽ ഫ്യൂസ് വയർ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത എഫക്റ്റിനെ കുറിച്ച് പരിചയപ്പെടാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈദ്യുത പ്രവാഹത്തിൻ്റെ പ്രകാശഫലത്തെക്കുറിച്ചാണ്. ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് നമ്മൾ മുൻപ് പറഞ്ഞു. വിവിധ തരത്തിലുള്ള ലൈറ്റുകളിൽ നടക്കുന്ന ഊർജ്ജമാറ്റമാണ് ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന്. അപ്പോൾ നമുക്ക് ആദ്യം പരിചയപ്പെടുന്നത് ഇൻകാൻഡസൻറ്റ് ലാമ്പാണ്. നമ്മൾ മുൻപൊക്കെ നേരത്തെയൊക്കെ വീടുകളിൽ ഉപയോഗിച്ചു. ഇപ്പം വളരെ കുറച്ച് മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ, ഇൻകാൻഡസൻറ്റ് ലാമ്പുകൾ. അപ്പോൾ ഈ ലാമ്പിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇൻകാൻഡസൻറ്റ് ലാമ്പ്. ഇൻകാൻഡസൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഗ്ലോയിങ് വിത്ത് ഹീറ്റ് എന്നാണ്. അതായത് താപത്താൽ തിളങ്ങുന്നത്. ഗ്ലോയിങ് വിത്ത് ഹീറ്റ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഒരു ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ഘടിപ്പിച്ച ഒരു അറേഞ്ച്മെൻറ്റാണ്. ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഒരു ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ഘടിപ്പിച്ച അറേഞ്ച്മെൻറ്റാണ്. ഈ ഗ്ലാസ് ട്യൂബ് ഇവാക്വേറ്റഡ് ആണ്. അതായത് അതിനുള്ളിൽ വായുരഹിതമാണ്. വായുരഹിതമായ ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഒരു ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ഘടിപ്പിച്ച ഒരു അറേഞ്ച്മെൻറ്റാണ് എന്ത്? ഇൻകാൻഡസൻറ്റ് ലാമ്പ് എന്ന് പറയുന്നത്. ഈ ടങ്സ്റ്റൺ ഫിലമെൻറ്റിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് ഈ ടങ്സ്റ്റൺ ഫിലമെൻറ്റ് അവിടെ ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യുകയും അത് ചുട്ടുപഴുത്ത് അതിൽ നിന്നും എന്ത് ചെയ്യും? പ്രകാശം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അതായത് അതുകൊണ്ടാണ് ഇൻകാൻഡസൻറ്റ് ലാമ്പ് എന്ന് പേര് വരാൻ കാരണം. അതായത് ഈ ഫിലമെൻറ്റ് ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യപ്പെടുകയും അതിൽ നിന്ന് ഹീറ്റ് എനർജിയുടെ ഫലമായിട്ട് നമുക്ക് ലൈറ്റ് എനർജി അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രവർത്തനമാണ് എവിടെ നടക്കുന്നത്? ഇൻകാൻഡസൻറ്റ് ലാമ്പിൽ നടക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ചുട്ടുപഴുത്ത് പ്രകാശം പുറപ്പെടുവിക്കുന്നതുകൊണ്ടാണ് ഇൻകാൻഡസൻറ്റ് എന്ന പേര് വരാൻ കാരണം. ഇനി ഇതിലുപയോഗിക്കുന്ന ടങ്സ്റ്റൺ ഫിലമെൻറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ടങ്സ്റ്റൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ടങ്സ്റ്റൺ എന്ന് പറയുന്നത് നിക്രോം പോലെ തന്നെ ഒരു അലോയാണ്, ഒരു ലോഹസങ്കരമാണ്. ഇതും നിക്രോം പോലെ തന്നെ ഹൈ റെസിസ്റ്റീവാണ്. അതായത് ഉയർന്ന പ്രതിരോധമുള്ള ഒരു ലോഹസങ്കരമാണ്. രണ്ടാമത്തെ കാര്യം, ടങ്സ്റ്റൺ എന്ന് പറയുന്നത് ഹൈ ഡക്റ്റൈലാണ്. അതായത് വളരെ നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയും. ടങ്സ്റ്റനെ വളരെ നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയും. അതുകൊണ്ട് നമ്മളൊരു ഇൻകാൻഡസൻറ്റ് ലാമ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഫിലമെൻറ്റ് എന്ന് പറയുന്നത് വളരെ നേർത്ത ഒരു കമ്പിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്തത് എന്ന് പറയുന്നത്, ടങ്സ്റ്റൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വൈറ്റ് ലൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ എമിറ്റ് ചെയ്യാനുള്ള കഴിവാണ്. അതായത് ഹോട്ട് കണ്ടീഷനിൽ വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്. അതായത് ചുട്ടുപഴുത്ത അവസ്ഥയിൽ അതിനെന്ത് ചെയ്യും? വെളുത്ത പ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവാണ് ടങ്സ്റ്റൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. അതായത് ഉയർന്ന താപ അവസ്ഥയിലും അതിന് ഉരുകിപ്പോകാതെ, അതായത് ഉയർന്ന താപാവസ്ഥയിലും അത് ഉരുകിപ്പോകാതെ എന്തിനായിരിക്കും നിലനിൽക്കാനുള്ള ഒരു കഴിവാണ് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ്, അല്ലെങ്കിൽ ഉയർന്ന ദ്രവണാങ്കം എന്ന് നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങളാണ് ടങ്സ്റ്റൻ്റെ പ്രത്യേകതകൾ എന്ന് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഹൈ റെസിസ്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഉയർന്ന പ്രതിരോധമുള്ളതാണ്. രണ്ടാമത്തത് ഹൈ ഡക്റ്റൈലാണ്, അതായത് വളരെ നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ടു എമിറ്റ് ദ എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ഹോട്ട് കണ്ടീഷൻ, അതായത് ചുട്ടുപഴുത്ത അവസ്ഥയിൽ വെളുത്ത പ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവാണ്. അടുത്തത് എന്താണ്? ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതകളിൽ ഒന്ന് അതിന് ഉയർന്ന ദ്രവണാങ്കമാണ്, അതായത് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. ഇത്രയുമാണ് ടങ്സ്റ്റൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബിനുള്ളിലാണ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് വായുരഹിതമായ ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിലാണ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ് വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വായുരഹിതമാക്കാനുള്ള കാരണമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് വായുരഹിതമല്ല എങ്കിൽ ഓക്സിഡേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. ഓക്സിഡേഷൻ നടക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഓക്സീകരണം തടയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഗ്ലാസ് ട്യൂബ് ഇവാക്വേറ്റഡ് ആയിരിക്കുന്നത്. എന്നിട്ട് അതിനുള്ളിൽ ഇനേർട്ട് ഗ്യാസ് നിറയ്ക്കും, അല്ലെങ്കിൽ നൈട്രജൻ നിറയ്ക്കും. ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നൈട്രജൻ നിറയ്ക്കുന്നതിന് ബാഷ്പീകരണം തടയാനാണ്. അതായത് ഓക്സീകരണം തടയാൻ വേണ്ടി നമ്മൾ ഇവാക്വേറ്റ് ചെയ്യുന്നു. നൈട്രജൻ ഫില്ല് ചെയ്യുന്നത് എന്താണ്, ബാഷ്പീകരണം അല്ലെങ്കിൽ വേപ്പറൈസേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനുള്ളിൽ നമ്മൾ നൈട്രജൻ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു ശരിക്ക് ഇൻകാൻഡസെന്റ് ലാമ്പിൻ്റെ ഘടന എന്ന് പറയുന്നത്. അതൊരു ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഒരു ടങ്സ്റ്റൺ ഫിലമെൻറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസാണ് എന്ത്, ഈ പറയുന്ന നമ്മൾ ഇപ്പോൾ പഠിച്ച ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻകാൻഡസെന്റ് ലാമ്പിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അത് ഇൻകാൻഡസെന്റ് ലാമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു താപത്താൽ തിളങ്ങുന്നതാണ്. താപം കൊണ്ട് താപോർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വഴി പ്രകാശോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡിവൈസാണ് എന്ത്, ഈ പറയുന്ന ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയിൽ കുറേയേറെ ഭാഗം താപോർജ്ജമായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. നമ്മൾ പ്രകാശോർജ്ജം ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലൈറ്റ് എനർജി ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസായ ഈ പറയുന്ന ഇൻകാൻഡസെന്റ് ലാമ്പ് കുറേ എനർജി എന്തായിട്ട് നഷ്ടപ്പെടുത്തുന്നു, താപോർജ്ജമായിട്ട് അല്ലെങ്കിൽ ഹീറ്റ് എനർജി ആയിട്ട് വേസ്റ്റ് ആക്കുന്നു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. ഇൻകാൻഡസെന്റ് ലാമ്പ് ഒരുപാട് ഊർജ്ജം നഷ്ടപ്പെടുത്തുന്നു. എന്തിൻ്റെ രൂപത്തിൽ, താപോർജ്ജത്തിൻ്റെ രൂപത്തിൽ, അതായത് ഹീറ്റ് എനർജിയുടെ രൂപത്തിൽ എനർജി ലോസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഇൻകാൻഡസെന്റ് ലാമ്പിൻ്റെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ്. ഈ ഒരു പ്രശ്നം മറികടക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ലാമ്പുകളാണ് ഡിസ്ചാർജ് ലാമ്പുകൾ, ഫ്ലൂറസെന്റ് ലാമ്പുകൾ, ആർക്ക് ലാമ്പുകൾ, CFL, LED തുടങ്ങിയവ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ട്യൂബാണ്. ഈ ഗ്ലാസ് ട്യൂബിൻ്റെ രണ്ട് എൻഡിലും 2 ഇലക്ട്രോഡുകൾ വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ് ട്യൂബ് ഇവാക്വേറ്റഡ് ആണ്, അത് വായുരഹിതമാക്കിയിരിക്കുന്നു. എന്നിട്ട് ഈ ഗ്ലാസ് ട്യൂബിനുള്ളിലേക്ക് സോഡിയം വേപ്പറോ നിയോണോ പോലുള്ള ഏതെങ്കിലും ഗ്യാസ് ഫില്ല് ചെയ്യുന്നു. ഈ 2 ഇലക്ട്രോഡുകളിലേക്കും 2 എൻഡിലുള്ള 2 ഇലക്ട്രോഡുകളിലേക്കും ഇലക്ട്രിസിറ്റി, ഹൈ വോൾട്ടേജിൽ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് ഈ ഗ്ലാസ് ട്യൂബിനുള്ളിലെ ഈ പറയുന്ന ഏത് ഗ്യാസാണോ നിറച്ചിരിക്കുന്നത് അതിൻ്റെ ആറ്റങ്ങൾ അയോണുകളായി മാറും. ഈ അയോണുകളായ ആറ്റങ്ങൾ ഇതിനുള്ളിൽ കൂടി ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഈ അയോണുകളായ ആറ്റങ്ങളും അയോണീകരിക്കപ്പെടാത്ത ആറ്റങ്ങളും തമ്മിൽ കൊളീഷൻ ഉണ്ടാകുന്നു, കൂട്ടിയിടി നടക്കുന്നു. ഈ കൊളീഷൻ്റെ ഫലമായിട്ട് ഈ ആറ്റങ്ങളിലെ ഇലക്ട്രോണുകൾ ഉയർന്ന ഊർജ്ജ നില അല്ലെങ്കിൽ ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് എത്തുന്നു. അപ്പോൾ ഒരിക്കലും ഹൈ എനർജി സ്റ്റേറ്റിൽ ഇലക്ട്രോണുകളെ തുടരാൻ ആറ്റങ്ങൾ അനുവദിക്കില്ല. അത് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് കിട്ടിയ ഊർജം പ്രകാശോർജ്ജമായി പുറത്തേക്ക് വിടുന്നു. അപ്പോൾ അതിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഏത് ഗ്യാസാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് വരുന്ന ലൈറ്റിൻ്റെ കളറ് തീരുമാനിക്കപ്പെടുന്നു. ഈ സോഡിയം വേപ്പർ ആണെങ്കിൽ അതിൻ്റെ ലൈറ്റ് ഒരു യെല്ലോ ലൈറ്റ് ആയിരിക്കും പുറത്തേക്ക് വരിക. നമ്മൾ സാധാരണ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ആയിട്ട് കാണാറുള്ള ലൈറ്റാണ് സോഡിയം വേപ്പർ ലൈറ്റ്. ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. LED ലൈറ്റുകൾ അത് കൈയടക്കിയത് കൊണ്ട് സോഡിയം വേപ്പർ മെല്ലെ മാറ്റി LED ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സോഡിയം ലൈറ്റുകളാണ്. ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ. ഇനി അടുത്താണ് ഫ്ലൂറസെന്റ് ലാമ്പുകൾ, അതായത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ട്യൂബ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇതും ഒരു ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഒരു ഫ്ലൂറസെന്റ് കോട്ടിങ്, ഒരു വൈറ്റ് കളർ നമുക്ക് കാണാം. സാധാരണ ഫ്ലൂറസെന്റ് ലാമ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ആ ട്യൂബിൻ്റെ ഉള്ളിൽ ഒരു കോട്ടിങ് നടത്തിയിട്ടുണ്ട്. അതാണ് ഫ്ലൂറസെന്റ് കോട്ടിങ് എന്ന് പറയുന്ന കോട്ടിങ്. അതിനുള്ളിലും മെർക്കുറി വേപ്പർ നിറച്ചിട്ടുണ്ട്. ഈ 2 അഗ്രങ്ങളിൽ 2 ഫിലമെൻറ്റുകൾ വെച്ചിട്ടുണ്ടാവും. ഈ ഫിലമെൻറ്റിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് ഈ ഫിലമെൻറ്റിൽ നിന്നും ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യപ്പെടും. ഈ ഇലക്ട്രോണുകൾ ഈ പറയുന്ന മെർക്കുറി വേപ്പറിൻ്റെ ആറ്റങ്ങളുമായി കൂട്ടിയിടിക്കുകയും അതിൽ നിന്ന് അൾട്രാവയലറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ അൾട്രാവയലറ്റ് ലൈറ്റ് എന്ത് ചെയ്യും, ഈ പറയുന്ന ഫ്ലൂറസെന്റ് കോട്ടിങ് അബ്സോർബ് ചെയ്തിട്ട് വിസിബിൾ ലൈറ്റായിട്ട് പുറത്തേക്ക് വിടുന്നു.
ഇതാണ് ഒരു ഫ്ലൂറസെൻ്റ് ലാമ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് CFLലും നടക്കുന്നത്. ഓക്കെ, ഇനി ആർക്ക് ലാമ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ 2 കാർബൺ റോഡുകൾ അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഈ കാർബൺ റോഡുകളിലേക്ക് ഹൈ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഈ ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഇലക്ട്രിക്കൽ ആർക്ക് ഫോം ചെയ്യപ്പെടും. ഈ ആർക്ക് കൊണ്ട് പുറത്തേക്ക് ലൈറ്റ് കിട്ടുന്ന ഒരു ലാമ്പാണ് ആർക്ക് ലാമ്പ് എന്ന് പറയുന്നത്. ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ് ആവശ്യമുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ, അതുപോലെ തന്നെ ഫിലിം ഷൂട്ടിങ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആർക്ക് ലാമ്പുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലൂറസൻ ലാമ്പുകളും ആർക്ക് ലാമ്പുകളും അതുപോലെ ഡിസ്ചാർജ് ലാമ്പുകളും ഒക്കെയാണ് നമുക്ക് ഇൻകാൻഡൻസ് ലാമ്പിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തിയ മറ്റ് ലാമ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ചാപ്റ്ററിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. കൃത്യമായി ഞങ്ങളിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ പാർട്ട് 1 എന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ചേർക്കുന്നതായിരിക്കും. പാർട്ട് 1 കാണാത്തവർ ആ ലിങ്ക് ഉപയോഗിച്ച് പാർട്ട് 1 കാണുക. ഓക്കെ, താങ്ക് യു.